ഉത്സവ പറമ്പുകളിൽ അവതരിപ്പിച്ചു തുടങ്ങിയത്. തന്റെ ആദ്യ കഥ 1949 ഒരു ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ പെട്രോമാക്സ് വെളിച്ചത്തിൽ വലിയ മൈക്കിന്റെയോ ഇതുപോലെ വർണ്ണാശബളമായ ലൈറ്റിന്റെയോ ഒന്നും സഹായമില്ലാതെ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. ആ കഥയ്ക്ക് ആമുഖവാചകമായി അദ്ദേഹം പറഞ്ഞത്, എന്റെ കയ്യിൽ പണമില്ല, ഞാൻ നിങ്ങളോടൊരു കഥ പറയാം, പകരം നിങ്ങൾ എന്നെ പണം തന്ന് സഹായിക്കണം, എനിക്ക് പഠിക്കണം. അങ്ങനെ അദ്ദേഹം ആദ്യമായി ആ അമ്പലത്തിന്റെ ഊട്ടുപുരയിൽ ഒരു കഥ പറഞ്ഞു. ദേവത എന്ന കാവ്യശകലമാണ് അദ്ദേഹം കഥാപ്രസംഗ രൂപത്തിൽ ചങ്ങമ്പുഴയുടെ ദേവത അവതരിപ്പിച്ചത്. അവിടുന്ന് അങ്ങോട്ട് കഥാപ്രസംഗ കലയിൽ ഒരു ജൈത്ര യാത്രയാണ് ഡോക്ടർ വി സാംബശിവൻ നടത്തിയത്. ഒരു കാലത്ത് ഉന്നത വിദ്യാഭ്യാസം മാത്രം സ്വന്തമാക്കിയിരുന്ന ഒരു വിഭാഗത്തിനാണ് ഷേക്സ്പീരിയൻ കഥകൾ മനസ്സിലാക്കാനും പഠിക്കാനും സാധിച്ചിരുന്നത്. എന്നാൽ ഭാരം ചുമക്കുന്നവനും വണ്ടി വലിക്കുന്നവനും കണ്ടം കളിക്കുന്നവനും ഷേക്സ്പിയറിന്റെ കഥകൾ പകർന്നു കൊടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഡോക്ടർ വി സാംബശിവൻ ഉത്സവ പറമ്പുകളിൽ ഇത്തരം കഥകൾ അവതരിപ്പിച്ചു തുടങ്ങിയത്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് വേദികളിൽ അദ്ദേഹം ഇത്തരം കഥകൾ പകർന്നാടുകയായിരുന്നു. ആ കഥയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ സവിനയം ഞാൻ അവതരിപ്പിക്കുന്നത്. എന്റെ കഥയുടെ പേര് ഓഥല്ലോ ദ മൈനർ വെനീസ്.